അപ്പോൾ ഗായ്സ് നമ്മൾ വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെ ലാസ്റ്റ് വീഡിയോ എപ്പോഴാണ് ഇന്ത്യ ബാങ്ക് തൊട്ടേ. അപ്പം എനിക്കൊരു അടിപൊളി സാധനം അവൻ പുതിയ വീട് വാങ്ങിയിട്ട് വന്നത് അതിൻ്റെ വെച്ച് ഗുഫ്രാൻക്ക് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആ വീടിലൊരു വാടക വണ്ടി വെച്ചിട്ടുണ്ട്. ആ വണ്ടി നമ്മളുടെ അടുത്ത് വാടകത്തെ ആൾക്കാർക്ക് കൊടുക്കാം. കാരണം വാങ്ങി ഓനിക്ക് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ വാങ്ങാൻ പോവാം. അത് ഡാൻസ് ഒന്ന് ചെയ്യട്ടെ, ഡാൻസ് ഒന്ന് കയ്യട്ടെ ചങ്ങായി, ഡാൻസ് ഒന്ന് കയ്യട്ടെ. അതെ, നമ്മൾ ഗുഫ്രാൻക്ക് കൊടുക്കാം. ചങ്ങായി ഭക്ഷണം കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട. ഗുഫ്രാൻ അത് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാം. അതാ ബാക്കിൽ വണ്ടി, ആ വണ്ടി എടുത്ത് പോവാം. കാരണം ഈ വണ്ടിയിൽ തന്നെ എനിക്ക് പോകണം. കാരണം ഈ വണ്ടി തന്നെ എനിക്ക് കൊടുക്കാനുള്ളത്. വേറൊന്നും വണ്ടി എനിക്ക് കൊടുക്കാനൊന്നും ഇല്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നേരെ പോന്നെ. വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് പറഞ്ഞു വാടക വാങ്ങിയ ആള്. പക്ഷെ നമ്മക്കൊന്നും സീനില്ല. ഈ വണ്ടിയും ചെറുതായി പുക വരണമെങ്കിൽ ഓൻ്റെ ഉച്ചല്ല പറയണേ. നോക്കുന്നതിൽ പൈസ കിട്ടണം. ഈ വണ്ടി വാടകയ്ക്ക് വാങ്ങിയത് ഞാൻ. കാരണം ഊട്ടി വരുമ്പോൾ വണ്ടിയില്ലേ, അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് കൊണ്ടുവന്നായിരുന്നു. അവിടെത്തി മല കയറി പോവുക, അതാണല്ലേ. ഇല്ലെങ്കിൽ റോഡ് മേലെ അറിയാലോ, പോലീസുമാരുണ്ടാവും, നമ്മൾ ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കേസാണ് ഇപ്പോൾ. അല്ലാ, മറ്റോ പറഞ്ഞ ശരിയാണല്ലോ. ഈ വണ്ടിന് തീ കത്തി. ഓടാ ഈ വണ്ടി. വണ്ടി ഇരുന്ന് അതാ ഈ പ്രശ്നേന് വണ്ടി സ്റ്റാർട്ടാവില്ല. പെട്രോൾ പമ്പിന് പോവാൻ കുറേ നേരം എടുക്കും. അല്ലെന്ന് ഒരു പണി ചെയ്യും, ഗുഫ്രാനെ വിളിക്കുക. ഓനപ്പോൾ ഫ്രീ ആവുക. കാരണം കേസ് കുറേ ഉണ്ട്. ആ ഗുഫ്രാനെ വെച്ച് പെട്ടെന്ന് വരും. അവിടെ എന്നോട് പറയാം ഇനി എൻ്റെ വണ്ടി നിന്ന്, അതുകൊണ്ട് ഒക്കെ ഞാൻ വരാണ്. മലേൻ്റെ അവിടെ ആണ് പറഞ്ഞത്. മലേൻ്റെ എവിടെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ആന്ന് മലയിലെവിടെ? വീട്ടിൽ ആരും ഒരു സാധനവും ഇല്ല വീട്ടിൽ. ഇപ്പോൾ വീട്ടിൽ ഒന്ന് സാധനം എവിടെ വെച്ച് കൊണ്ടുവന്നേ പോലെ. എന്നിട്ട് എൻ്റെ ഓളുടെ ഫസ്റ്റ് ഞാൻ ചോദിക്കുക, വീട്ടിലത്തെ എല്ലാ സാധനങ്ങൾ എവിടെ? വീട്ടിലൊന്നും ഇല്ല. അപ്പോളാ ഏതോ വണ്ടി വാടക കൊടുക്കാണ്ട് പറഞ്ഞതാണ്. വാടകക്ക് വാങ്ങിച്ചിക്കണം. കുറേ വണ്ടി ഉണ്ട് വീട്ടിൽ. എന്നിട്ടും നമ്മൾ പുതിയ വീട് വാങ്ങും പറയുന്നു തോന്നി. ഇതിൻ്റെ സഹറാനി ജസ്ലാൻ വിളിച്ചറിയില്ല. വെറുതെ പറഞ്ഞാവും. കാരണം ഓൻ്റെ അമ്മ തമാശ എത്രയാണെന്നോ നിങ്ങൾക്കറിയില്ല. പെട്ടെന്ന് സ്ഥലവും ഓളുടെ മല തപ്പണതുകൊണ്ട്. പക്ഷേ ഒരു പണി ഇത്, ഈ വണ്ടിന് പെട്രോൾ അത്ര ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ പോകുമ്പോഴാണ് വണ്ടിൻ്റെ ഒഴിച്ച്. ഞാൻ എന്ത് ചെയ്യാ? പെട്രോൾ എടുക്കാൻ പോകുമ്പോഴാണ് ഓൻ്റെ ഒഴിച്ച്. അവിടെ വരാൻ ഞാൻ ഒന്നും മനസ്സിലായില്ല. പെട്രോൾ ഒന്നായിട്ടാ ഒന്നിൽ അത്ര പെട്രോൾ ഒന്നുമില്ല. പക്ഷെ എല്ലാ പെട്രോൾ ഒഴിക്കായി. എല്ലാ പെട്രോൾ ഒഴിച്ചാ എന്നിട്ട് വരുമ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങാനല്ലേ. എന്താവാ നോക്കുക. പക്ഷേ ഈ ചങ്ങായി എവിടേക്ക് വണ്ടി വെക്കലോ അലിക്കുന്നത്. സ്വന്തം വണ്ടി വരെ ശ്രദ്ധിക്കാത്ത ആളാ വാടകയ്ക്ക് വണ്ടി വാങ്ങി. ഇനി വണ്ടി ഓടില്ല കാര്യം അറിയാണ്. പെട്രോൾ അത്ര ഒന്നും ഇല്ല. ഞാൻ റോഡ് മേലെ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. റോഡ് മേലെ വണ്ടി കയറണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ പോവാ. ഇനി വേണ്ട പോലെ വിളിച്ചു പോവാം. ഫോണെടുത്ത് നിങ്ങൾ ഈ വ്യക്തിനെ വിളിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ ഫോണിൽ സ്വിച്ച് ഓഫ് ആണ്. ദയവായി നാളത്തെ സമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. എൻ്റെ ഫോണിൽ ചങ്ങായി മാത്രം വേറെ എന്തോ കോളേജിൽ വന്നു. ഇനി ബാക്കിയുള്ളവരിൽ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുന്നില്ല. ദയവായി അടുത്ത സമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അങ്ങനെയാണ് വലിയ ആളോ
പറയാ, റോഡ്മേൽ എത്തിയിട്ട് സ്നൈപ്പർ എടുത്ത് നോക്കാം. ഒന്ന് കാണണമെങ്കിൽ നമ്മൾ അവിടെ പോവാം. കണ്ടില്ലെങ്കിൽ നമ്മൾ ഫോണിൽ വിളിക്കുക. ഫോണൊന്നും എടുത്തില്ല, പക്ഷെ വീട്ടിൽ പോവാം. എടുത്തില്ല പക്ഷെ നേരെ വീട്ടിൽ പോവാന്നെ. ഇവിടെ നിർത്തുക, ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം. വേണ്ട 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 വേണ്ട, കുറച്ചുകൂടി മുന്നേ ഇവിടെ കുറച്ച് മുന്നില്ല, ഇവിടെ മതി. അവിടെ എന്തോ കത്തനെ കാണണ്ട അവിടെ. എന്തോ കത്തുണ്ട് അവിടെ, കാറ് ബൈക്കെന്തോ കത്തുണ്ട് അവിടെ. അവിടെ പോയേക്കാം. അവിടെ വണ്ടി ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിലോ പെട്ടി. ഓക്കെ ചങ്ങായി, ഈ വണ്ടിക്കാണെങ്കിൽ നല്ല പ്രശ്നമാണ് അതിന്. കാരണം ഒരു കൊല്ലമായി സർവീസ് ചെയ്തിട്ട്. സർവീസ് ചെയ്യാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. കാരണം ഈ വണ്ടി ഇപ്പോൾ പെട്രോൾ വേറെ ഉണ്ട്. തുള്ളി ഓടുമ്പോല്ലേ ഹാഫ് പകുതി. കുറേ ദൂരെ പോകുമ്പോഴോ കുറച്ച് ദൂരെ പോവും, തീരും. കുറേ ദൂരെ പോകുമ്പോൾ മൊത്തം തീരും. എവിടെയൊന്നും കാര്യമില്ല. അതാ വന്നല്ലേ, ഞാൻ ചേച്ചി ജന്മത്ത് തരൂലാന്ന്. എന്താ പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാവില്ലടാ. അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ടുവന്നോണ്ട് എനിക്കാവൂലേ. ഞാൻ 2 മിനിറ്റ് ഇങ്ങനെ ഇവിടെ മലയിൽ നിന്നാ. അപ്പോൾ വണ്ടി മലയിൽ നിന്നോട്ടെ. വണ്ടി മലയിൽ നിന്ന് നീട്ടിയിരുന്നിട്ട് പോവാ. വണ്ടീനെ ആക്കി മറന്നായാലേ നമ്മൾ മറക്കൂല. റോഡൊന്ന് നേരെ. ഇത് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, വണ്ടി പറഞ്ഞ് നിർത്തി പോവാ. അന്ന് ഇത് സമയം വേസ്റ്റ് ചെയ്യാല്ലാതെ. വണ്ടി സ്റ്റാർട്ടാക്കട ചെങ്ങായി. സ്റ്റാർട്ടാക്കടിച്ചത് കാര്യണേ. ഈ വണ്ടി വാടകയ്ക്ക് വാങ്ങിയതാ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അടി കിട്ടും എന്തായാലും. വണ്ടി വന്നത്തെ കറുത്തുണ്ട് വേറെ അതൊക്കെ കൊണ്ട് പൊയ്ത്തുള്ളി പോയി. അന്നായിട്ട് വണ്ടി പുറത്തില്ല. ഗിക്കറടിക്കാൻ സമയമില്ല. ഈ മനുഷ്യന് ഗിക്കറടിച്ചാലെന്താടാ, ഗിക്കറടിക്കാൻ അറിയില്ലേ. എന്താ എനിക്ക് നേരെ വർത്തി പോവാ. എന്ത് കാലാണ് ആർക്കാരും. മഴ അറിയാത്തപ്പ വരും. കാലാവസ്ഥ എത്ര പെട്ടെന്ന് മാറുന്ന പോലെ അറിയില്ല ഈ കാലാവസ്ഥ. ആടെ നമ്മൾ ചോറുന്നടുത്ത് എത്തി. ഇപ്പോഴത്തെ ആൾക്കാർ ഡിഫറെൻ്റ് ഓട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ വണ്ടികൾ. പണ്ട് ആൾക്കാരോ ബുഗാട്ടി, ലംബോർഗിനി അങ്ങനത്തെ വണ്ടികളൊക്കെ ഓട്ടൽ. ജെസ്കോ അങ്ങനത്തെ വണ്ടികൾ. ഇപ്പോഴോ ഇപ്പോൾ വേറെ വണ്ടികളാ. ഇവിടെ നേരെ വണ്ടി എടുത്തിട്ട് പോവാ. ആദ്യം വണ്ടി കൊടുക്കട്ടെ. വണ്ടി എടുത്തില്ലെങ്കിൽ ചാവ പൊളിയുണ്ട്. ഇവിടെ വണ്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെങ്ങനെ അവിടെ നിന്ന് അടുക്കാച്ചി ഇവിടെ വെച്ച് പോയോ. ഉറപ്പാ ഉള്ളിൽ കേക്കോ കേസൊരു കേറ്റ ചില മിസ്റ്റേക്ക് വരാണ്ടെങ്കിൽ ശരിയാക്കണം. ഡ്യൂലിങ്ങോ കേച്ചൊക്കെ ചങ്ങായി. ഇത് ഡ്യൂലിങ്ങോ കേച്ച് നമ്മൾ സംസാരിക്കുന്ന ശരിയാവും. സംസാരം ശരിയാവും. എന്നിട്ട് വായന ശരിയാവും. ഒക്കെ ശരിയാവും. ഡ്യൂലിങ്ങോ കേച്ചു നിങ്ങളും ലിങ്ക് എവിടെ ഉണ്ടാവൂല. എന്താണ് വണ്ടി ഇവിടെ വച്ച് പോവാണേ. അച്ഛന് വരെയാണെങ്കിൽ ഓനിക്ക് കൊടുത്തോണ്ടി. ഓക്കെ സെറ്റ്.
ഹെൽമെറ്റ് പോരട്ടെ. ഒപ്പളേ പോലെ അറിയില്ലട്ടാ. മുണ്ടാണെന്ന് പോയിക്കോ അതാണ് ഈ പുതിയൊരു അവസ്ഥ. ഇവിടെ എല്ലാവരും വണ്ടിയിൽ ഉറങ്ങി എന്നിട്ട് ഞാൻ ഇവിടെ എന്തായി. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവര് വഴി പറഞ്ഞു ഞാൻ അവിടെ പോകും. ഇതിന് നേരെ പയ്യോട്ട് പോവാൻ. നേരെ പോയിക്കല്ലെങ്കിൽ ബാക്കോട്ട് സാണ് കയറും ബാക്കിൽ. പോടാ ആരെ ഇടണേ മണക്കണേ വണ്ടിയില്. നമ്മളെ വണ്ടിയല്ല എന്നിട്ട് ആൾക്കാർ ഇടുക. ഏയ് വണ്ടി ഇരിക്കി ആദ്യം വേണ്ടേ. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കണ ഇവിടെ നിന്ന് ഇരിക്കുക. ഓയെ ഇവിടെ ഒന്നല്ല പോണേ. കടല്. ഇപ്പൊ എവിടെയാണ്? വീട്ടിലെത്തും മോനെ. വീട്ടിൽ നിന്ന് ഡിഫൻഡർ എടുക്കണ്ട. നീ വണ്ടി ബ്രേക്ക് ഇല്ലല്ലോ മോനെ. ഡിഫൻഡർ എങ്ങനെ എടുക്കണേ? ഡിഫൻഡർ ഇല്ലെങ്കിൽ നമ്മളല്ലേ ഈ വണ്ടി എന്തായാലും ആൾക്ക് ഓർത്തു പോകും. നമ്മളിപ്പോൾ എടുക്കുകൊണ്ടാണ് നമ്മൾ ഡിഫൻഡറിനാണ് എടുക്കാലോ. ശരിയാണല്ലോ. പൊട്ടനാണല്ലോ ജി. പിന്നെ മര പൊട്ടന. ആരടാ വിളിക്കണേ? അല്ല ചങ്ങായിനെ പൊട്ടും ഇവിടെ കിട്ടും. ഈ മണ്ടൻ ഒന്നും ആയില്ല. കാര്യം അറിയാം. വണ്ടി വർക്ക് ചെയ്യില്ലേ വീട്ടില്. അവിടെ വീടിന് വീട്ടിൽ വർക്ക് ചെയ്യണ ആള് പുറത്ത് തരില്ലേ വീട്ടിൽ വർക്ക് ചെയ്യണ. അല്ല ഞാൻ അതേ പറഞ്ഞല്ലേ വണ്ടി അവിടെ വർക്ക് ചെയ്യണമെന്ന്. എന്ത് ചെയ്യും? ഞാനൊന്ന് എടുത്ത് കയറ്റും ഉറപ്പാ. ഞാൻ എന്തായി പുറത്താക്കാം. കണ്ടില്ലേ എനിക്കൊന്നും വിഷയമല്ല. ഞാൻ സ്ക്വിഡ് ഗെയിമിൻ്റെ വീഡിയോ ശേഷം മറ്റേ മാസീവ് വീഡിയോ കണ്ടില്ലല്ലോ. ന്യൂബിനകത്ത് വീഡിയോ മിസ്റ്റർ ബീസിന് പകരം വന്ന് ആ വീഡിയോ കണ്ടില്ലല്ലോ. ആ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കിലുള്ള ഇതിന് മുന്നേ അടിപൊളിയുള്ള വീഡിയോ ആണത്. നിങ്ങൾ ആരും ഇത് കണ്ടില്ലല്ലോ. നീ കണ്ടൊക്കെ സീനാ വീഡിയോ. വണ്ടിക്ക് എത്ര പ്രഷർ ബാക്കിൽ പോയേ അത് മനസ്സിലാവില്ല. അയ്യോ പ്രഷർ ബാക്കിൽ പോയി. ഇനി കുറച്ച് വണ്ടി എടുക്കണ്ടേ? ഈ വണ്ടി എടുക്കണം. കുറച്ച് വണ്ടികളും എടുക്കണ്ട. ബൈക്കൊന്നും എത്തിച്ചില്ലല്ലോ. ബൈക്ക് അവിടെ വെച്ച് പറഞ്ഞ ഫ്രണ്ട് അടുത്ത് അവണ്ട് പറഞ്ഞതാണോ? നീ വിളിച്ചു നോക്കി. ഉണ്ട് അവിടെ വണ്ടി ഉണ്ടാ നോക്ക്. ഗായ്സ് നമ്മളെ ഈ ട്രക്ക് കണ്ടിട്ടുണ്ട്. ട്രക്ക് കിട്ടി. പക്ഷേ വണ്ടികളൊക്കെ കയറ്റി. പ്രശ്നം എന്താ പറഞ്ഞാല് വണ്ടികൾ പിന്നെ വിൽക്കുക വണ്ടിന്ന്. അപ്പം പ്രശ്നമുണ്ട് വണ്ടി. നീ അതാ പ്രശ്നം. ഈ വണ്ടികളൊക്കെ നിലത്ത് വിൽക്കുക. കയറ്റു നിലത്ത് വിൽക്കുക. അങ്ങനെ ആയി എടുക്കുക. ഇതൊക്കെ പിന്നെ നിലത്ത് വേണ ഇടിയൊക്കെ കയറ്റാൻ വണ്ടി ഉള്ള കയറുന്നല്ലോ വണ്ടി. മറ്റേ വണ്ടി എടുത്ത് കൊണ്ടുവന്ന നമ്മള്. ഈ വണ്ടി ഒന്നും കിട്ടൂല ഇവിടെ. ഗൈസ് ഞാൻ ഉറപ്പിച്ചു ഈ വണ്ടി ഒന്നും കയറില്ല. കാരണം കണ്ടിരുത് പെട്ടെന്നാണ് ഇതൊക്കെ കയറുന്ന. തുള്ളിന് കയറിയിട്ട് അതില്ല. കുറച്ച് കയറില്ല. ഇത് തുള്ളി പോലെ കയറില്ല.
കൈയോട്ട് കയറ്റിയായിരിക്കണേ കാറ്. ഈ വണ്ടി ഇവിടെ കയറ്റാനും ഈ കാറ് പഴക്കോട്ടാക്കിയാൽ മതി. ഇപ്പൊ ശരിയാവും. ഈ വേറെ വണ്ടി ചാടിയാൽ ഞാൻ നല്ല ചൂടാവും. എൻ്റെ പേരിനെ മാറ്റിക്കാവും ഏത് വണ്ടി ചാടിയാൽ. ഈ വണ്ടിയല്ല വേറെ ഏതെങ്കിലും വണ്ടി ട്രക്ക് നിറങ്ങിയാൽ ചാടി പോയാൽ രണ്ട് വണ്ടിയപ്പോ മൂപ്പരൊക്കെയാണ്. എന്താ ചെയ്യാനാലോചിക്കണേ? വട്ട പിടിച്ച് നിൽക്കാൻ വയ്യ ഇവിടെ മനുഷ്യന്. ഈ മനുഷ്യനാണ് സംശയം. ഇത്ര സംശയം എന്തിനെനിക്ക് ഒന്നും മനസ്സിലാവില്ല ഗൈസ്. വണ്ടി കയറിയാൽ മതി. വണ്ടി കയറിയിട്ട് ഒരു ആശ്വാസം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ തുള്ളിയും കയറില്ല. ഈ വണ്ടി കയറുന്ന ഒരു കാര്യമുള്ളൂ. ഈ വണ്ടി കയറിയിട്ട് ഇത് മുന്നോട്ടാക്കുക. നീ വേറെ ഇങ്ങനെ ചെയ്യാം. തലവേന വണ്ടി എന്താ ചെയ്യാനും പോലും അറിയാത്ത രീതിയാണ്. രീതിയല്ലെന്നതിന് വിധി. നല്ല വിധിയാ. എന്ത് വിധി ഇത്? നമ്മള് കയറി കൊടുക്കും. കയറി അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോലേ. എത്ര മുന്നിൽ കയറി വണ്ടി അത്ര മുന്നിലെ വണ്ടി ഉണ്ടാവുക. വേറെ ഒരു വഴിയില്ല കയറ്റാൻ. ഈ മനുഷ്യൻ വീണ മനുഷ്യനാണല്ലോ. ഞാൻ പെട്ടെന്ന് കയറ്റിയ. ഇങ്ങനെ ആര് കയറ്റിയ? പഴയ ജോബ് ഓർമ്മ ഉണ്ട്. പണ്ട് ഞാൻ എന്താ നല്ല അറിവുണ്ട്. ഓൾ സ്റ്റോറീസ് ബാക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ എനിക്ക് ബൈക്കൊക്കെ കയറ്റി കൊണ്ടുപോകാൻ അറിയാം. കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ? എന്താണ് സർപ്രൈസിങ്ങിൽ അറിയണ്ടേ? സർപ്രൈസിങ്ങിൽ അറിയണ്ടേ? സർപ്രൈസ് കിട്ടൂല. അത്ര പേരൊന്നും കിട്ടൂല സർപ്രൈസ്. കുറച്ച് ടഫാണ്. ഞാൻ കഴിച്ചില്ല കേട്ടോ ഗൈസ്. ഞാൻ 2-3 മിനിറ്റ് ഇവിടെ വെറുതെ നിൽക്കാണല്ലോ. വെറുതെ ഫാസ്റ്റ് ചെയ്താലേ കുറച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് വെറുതെ നിൽക്കൂലല്ലോ. എത്ര ടഫ് കാര്യമാണ് ജന്മത്തിൽ ചെയ്തില്ല. ഇത്ര ടഫ് കാര്യം പറയണം. നല്ല ടഫാണിത്. ഇത് കയറിയാൽ മതി. കണ്ടില്ലേ നമുക്ക് തുള്ളി കയറിയത്? കയറിയാലെന്നെ ഭാഗ്യം. കയറില്ലെങ്കിൽ എന്ത് കുന്തോ അവൻ്റെ കുന്തോ. ഈ കേട്ട് മടുത്ത് തന്നെ. കുന്തം അമ്മ വണ്ടി പോയി. ഞാനിവിടെ നിന്ന് കടന്ന്. വണ്ടി പോയോട്ടെ. എനിക്കെന്താ, ഞാൻ 2 മിനിറ്റ് അവിടെ നിൽക്കണേ. 2.5 മണിക്കൂർ. 2 മിനിറ്റോ? അതിനെക്കാട്ടും കൂടുതൽ നേരം നിന്നിട്ടാണല്ലോ 2 മണിക്കൂർ. അതുകൊണ്ടാണ് ഇത് നല്ല വലിയ വീഡിയോ ഉണ്ടത്. നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട പണി കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് രണ്ടും ചെയ്യില്ല. നിങ്ങൾ ഇങ്ങനെന്താ ചെയ്യണേ? വീഡിയോ കണ്ട് കാണുക, പോവുക, അത്ര തന്നെ അല്ലേ? നമ്മളെ പുതിയ വീഡിയോ കണ്ടോ?
കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണ് ആ കാരണം. നമ്മൾ ഫേസ് റിവീൽ ചെയ്യാട്ടോ. അതൊന്നും സീനല്ല നമുക്ക്. നമ്മൾ ഫേസ് റിവീൽ ചെയ്യും, പ്രശ്നമൊന്നുമല്ല. നമ്മൾ ഒരു 2 പേരിട്ട് അമ്മ ആ ദിവസം ഫേസ് റിവീൽ ചെയ്യും. നമ്മൾ ഉറപ്പില്ല നമ്മൾ ഫേസ് റിവീലിന് ശേഷം നമ്മൾ ഫേസ് ക്യാം വീഡിയോ എടുക്കുന്നു. കാരണം നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്ക് ആ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി പഠിച്ചിട്ട് നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കും. തൽക്കാലത്തിന് നമ്മളിപ്പം അങ്ങനെ വീഡിയോ നമ്മൾ ഫേസ് റിവീൽ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. ഫൈനലി നമ്മൾ വണ്ടി കയറ്റിട്ടുണ്ട്. ഇനി വണ്ടികളെ ഓട്ടി പോവാം. വണ്ടികളൊക്കെ പോകണം. ഈ വണ്ടികൾ നീ കൊണ്ടുപോവാൻ എനിക്കാവൂലേ? ഉണ്ടാവുക കൊണ്ടുവരിക, കൊണ്ടുപോവാ കൊണ്ടുവരിക, അല്ല വേറെ എന്താ ചെയ്യണേ? ഓ പറ്റിയല്ലോ. ഒരു മിനിറ്റ്, കുറച്ച് സാധനങ്ങൾ മിസ്സിങ് മാതിരി. എന്താ എനിക്കാവില്ല ഇനി വണ്ടികൾ എടുത്ത് കൊണ്ടുവരാൻ. ഇനി വണ്ടി എടുത്ത് പോവുക. ഓട്ടോറിക്ഷ വന്നു. എവിടെ ചേട്ടൊക്കെ പോവണ്ടേ? നമുക്ക് അങ്ങോട്ട് പോകണ്ട. എന്നെ വിളിച്ചേ തേങ്ങത്തിന് മഴ കയറാന്. തേങ്ങ അരക്കാനോ പറഞ്ഞോണ്ടിരിക്കുക. ചേട്ടൻ കുറച്ച് കൂടുതലാട്ടോ. എത്ര കുറവാ. മതിനിക്ക് ഫൈനലി വണ്ടി എടുത്തുകൊണ്ട് നമ്മള് ഇത്ര കഷ്ടപ്പെട്ടിരുന്നാന്. പേരിലെത്തിയിട്ടുണ്ട് നമ്മള്. നീച്ച എന്താ